ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ ആദ്യത്തെ ന്യായാധിപനായി 11-ാം അധ്യായത്തിൽ നാം കണ്ട ജെഫ്തായുടെ മരണം, അതിനുശേഷം തുടർന്ന് 3 ന്യായാധിപന്മാരെ കുറിച്ചാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം നമ്മോട് പറയുക. ഇബ്സാൻ, ഏലോൺ, അബ്ദോൻ. ഇപ്രകാരം ഈ 12-ാമത്തെ അധ്യായത്തെ 4 ഭാഗങ്ങളായി നമുക്ക് കാണുവാൻ സാധിക്കും. 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ജെഫ്തായുടെ ജീവിതത്തെ തുടർന്ന് കാണിക്കുന്നു, ജെഫ്തായുടെ മരണം വരെ. പിന്നീട് 8 മുതൽ 10 വരെ ഇബ്സാൻ എന്ന ന്യായാധിപനെക്കുറിച്ച് 7 വർഷക്കാലം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ഇബ്സാൻ. പിന്നീട് 12-ാം അധ്യായം 11-12 വചനങ്ങൾ ഇസ്രായേലിൽ 10 വർഷക്കാലം ന്യായപാലനം നടത്തിയ ഏലോൺ എന്ന ന്യായാധിപനെക്കുറിച്ചും, പിന്നീടുള്ള 3 വചനങ്ങൾ 13, 14, 15 വചനങ്ങൾ ഇസ്രായേലിൽ ന്യായാധിപനായി 8 വർഷക്കാലം ജീവിച്ച അബ്ദോനെ കുറിച്ചും നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. ഇപ്രകാരം 12-ാം അധ്യായം 4 ഭാഗങ്ങളായി ജെഫ്ത, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ എന്നീ ന്യായാധിപന്മാരെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. 12-ാം അധ്യായത്തിൻ്റെ ചിന്തകളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. 12-ാം അധ്യായം 1-ാം വചനത്തിൽ ജെഫ്തായെ സമീപിക്കുന്ന എഫ്രായിംകാരെയാണ് നാം കണ്ടെത്തുക. ഇത് ഗിദെയോന്റെ ജീവിതത്തിൽ 8-ാം അധ്യായത്തിൽ നാം കാണുന്ന അതേ വസ്തുത തന്നെയാണ്. ഗിദെയോൻ ഗാദകാരെ കീഴ്പ്പെടുത്തി വരുമ്പോൾ അവിടെ എഫ്രായിംകാർ ഗിദെയോനെ ചെന്ന് കുറ്റപ്പെടുത്തുന്നു. ഇത് തന്നെ ജെഫ്തായുടെ ജീവിതത്തിലും സംഭവിക്കുന്നു. 11-ാം അധ്യായം അവസാനമെത്തുമ്പോൾ ജെഫ്തായ്ക്കുണ്ടായ കുടുംബ പ്രശ്നം, അത് അവിടെ ജെഫ്ത നല്ലവിധം കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തന്നെ പൂർണ്ണമായ നാശത്തിലേക്ക് അത് കൊണ്ടുവന്നു. അവിടെ ജെഫ്തായുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. വീണ്ടും ജെഫ്ത സമൂഹത്തിലെ ഒരു പ്രശ്നങ്ങൾ രൂപം കൊള്ളുകയാണ്. അവിടെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ട്, ആത്മീയമായ അപജയമുണ്ട്. ഇതെല്ലാം ജെഫ്തായുടെ ജീവിതത്തിൻ്റെ സമാപനത്തിൽ 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എഫ്രായിം വംശത്തെക്കുറിച്ച്, എഫ്രായിം ഗോത്രവംശം നമുക്കറിയാവുന്നതുപോലെ ജോസഫിൻ്റെ 2 ഇളയ മക്കൾ. ആ ജോസഫിൻ്റെ ഇളയ മക്കളിൽ മൂത്തവൻ മനാസെ, രണ്ടാമത്തവൻ എഫ്രായിം. എഫ്രായിം എന്ന വാക്കിന് അർത്ഥം തന്നെ 2. എഫ്രായിമിൻ്റെ എന്ന വാക്കിന് അർത്ഥം തന്നെ ഡബിളി ഫ്രൂട്ട്ഫുൾ എന്നാണ്, വളരെയേറെ ഫലസമൃദ്ധിയുള്ള ഒന്ന്. എഫ്രായിമിൽ നിന്ന് ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ജോഷയാണ്. ജോഷയുടെ കാലത്ത് തന്നെ എഫ്രായിം ഗോത്രം വളരെയേറെ ശക്തിപ്പെടുകയും അവരുടെ എഫ്രായിം ഗോത്രത്തിലാണ് നാം പിന്നീട് കാണുന്ന ഇസ്രായേലിൻ്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശക്തിപ്പെടുന്നത് എഫ്രായിം ഗോത്രത്തിൽ തന്നെയാണ്. ഇപ്രകാരം വളരെയേറെ ശക്തി പ്രാപിച്ച എഫ്രായിം ഡബിളി ഫ്രൂട്ട്ഫുൾ ആയിട്ട് തന്നെ അവർ മാറുകയാണ്. അവിടെയാണ് എഫ്രായിം വംശം തങ്ങളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി ജെഫ്തായുടെ അടുക്കൽ വന്നു ചേരുക. അവർ സമ്മേളിക്കുന്ന സ്ഥലം സാഫോൻ എന്നുള്ള സ്ഥലമാണ്. സാഫോൻ നമുക്ക് കണ്ടെത്താൻ കഴിയാവുന്നത് നമ്മുടെ ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തായി, അവിടെ ഗാദിൻ്റെ അതിർത്തിയിലാണ് നമുക്ക് ഇത് സാഫോൻ കണ്ടെത്തുവാനായിട്ട് കഴിയുക. സാഫോണിനെ കുറിച്ച് വചനഭാഗത്ത് 2 റെഫറൻസസ് ആണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുക. ജോഷയുടെ പുസ്തകം 13-ാം അധ്യായം 27-ാം വചനത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകം
12 അധ്യായം 1 സാഫോനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുക. ഇപ്രകാരം എഫ്രായിം ജനത അവർ സാഫോണിൽ ഒരുമിച്ച് കൂടുകയും ജഫ്തായെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്രകാരം ജഫ്തായെ കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ട് എഫ്രായിം ജനത ജഫ്തായോട് പറയുന്നത്, നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്ക് ഇരയാക്കും. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ജഫ്തായുടെ ഭവനം പൂർണ്ണമായി അവൻ്റെ മകളുടെ ബലിയർപ്പണത്തോടെ പൂർണ്ണമായി നാശമടഞ്ഞ ഒന്ന് തന്നെയാണ്. എങ്കിലും എഫ്രായിംകാർ അവരുടെ എല്ലായ്പ്പോഴുമുള്ള അവരുടെ വില സമൂഹത്തിൽ ഉയർത്തി നിൽക്കാൻ വേണ്ടി തന്നെ എഫ്രായിംകാർ അവരെ യുദ്ധത്തിന് ജഫ്ത ക്ഷണിച്ചില്ല എന്ന് അവരോട് പരാതിപ്പെടുകയാണ് ചെയ്യുന്നത്. തനിക്കെതിരായി വന്ന എഫ്രായിംകാർക്ക് ജഫ്ത കൊടുക്കുന്ന മറുപടിയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 12 അധ്യായം 2-3 വചനങ്ങൾ. ഈ 2-3 വചനങ്ങളിൽ 5 കാര്യങ്ങളാണ് ജഫ്ത പറഞ്ഞു വെക്കുക. ഒന്നാമതായി ജഫ്ത നേരിട്ട പ്രശ്നങ്ങൾ. അതായത് ജഫ്തായും ജഫ്തായുടെ ജനവും അമോന്യരുമായി വലിയൊരു കലഹത്തിൽ ആയിരുന്നു. ആ കലഹത്തിൽ എഫ്രായിംകാർ ജഫ്തായെ സഹായിക്കാൻ വരുന്നില്ല. അതാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ജഫ്തായെ സഹായിക്കാൻ എഫ്രായിംകാർ വരുന്നില്ല എന്ന് കേട്ടപ്പോൾ ജഫ്ത ഒരു വലിയ കാര്യത്തിലേക്ക് കടക്കുന്നു. അവൻ സ്വയമായി റിസ്ക് എടുത്ത് ജഫ്ത പറയുന്നു, ജീവൻ കയ്യിലെടുത്ത് അമോന്യർക്കെതിരെ നീങ്ങുന്നു എന്നുള്ളത്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതിനു മുൻപായിട്ട് വചനഗ്രന്ഥം നമുക്ക് നൽകുന്നില്ല. എന്നിരുന്നാലും ജഫ്ത പറയുന്നു, രണ്ടാമതായിട്ട് എഫ്രായിംകാർ ഒരു സഹായത്തിനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് എഫ്രായിംകാരുടെ ആ മഹത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് ജഫ്ത പറഞ്ഞു വെക്കുന്നു. പിന്നെ അടുത്തതായിട്ട് നാലാമതായിട്ട് ജഫ്ത എടുത്തു വെക്കുന്നത് യഹോവയുടെ സഹായമാണ്. അതായത് എനിക്കൊരു പ്രശ്നം നേരിട്ടു, നിങ്ങളെന്നെ സംരക്ഷിക്കാൻ വന്നില്ല, ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമോന്യർക്കെതിരെ ചെന്നു, അവിടെ കർത്താവ് എൻ്റെ സഹായമായി നിലകൊണ്ടു എന്ന്. ഈ 4 കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ട് അഞ്ചാമതായിട്ട് ജഫ്ത അവരോട് ശക്തമായ ഒരു ചോദ്യം ചോദിക്കാം. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല, എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എനിക്കെതിരെ യുദ്ധത്തിന് വരികയാണ് ചെയ്യുന്നത്. 12 അധ്യായം 4 വചനം വളരെ പ്രത്യേകതയുള്ള ഒരു വചനമായി നിലകൊള്ളുന്നു. കാരണം 8 അധ്യായത്തിൽ ഗിദെയോനെ എഫ്രായിംകാർ സമീപിക്കുന്നുണ്ട്. എഫ്രായിംകാരോട് ഗിദെയോൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ക്രോധം ശമിച്ചു എന്ന്, അല്ലെങ്കിൽ അവരുടെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം തീർന്നു എന്ന് 8 അധ്യായം 3 വചനം ഗിദെയോന്റെ സംഭവത്തിൽ നമ്മോട് പറയുന്നു. പക്ഷേ ജഫ്ത എഫ്രായിംകാരോട് സംസാരിക്കുമ്പോൾ അവിടെ ശമനം ഉണ്ടാകുന്നില്ല, മറിച്ച് അത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. ഗിദെയോനിൽ നിന്നും 8 അധ്യായത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് 12 അധ്യായത്തിൽ ജഫ്തായുടെ വാക്കുകളിലൂടെ നാം കാണുക. ഇപ്രകാരം 12 അധ്യായം 4 വചനത്തിൽ ജഫ്ത ഗിലെയാദുകാരെ ഒരുമിച്ച് കൂട്ടുന്നു. അമോന്യർക്കെതിരെ പോയപ്പോൾ എഫ്രായിമിനെ ഒരുമിച്ച് ചേർത്തില്ല എന്ന എഫ്രായിംകാരുടെ ആ അവകാശവാദത്തെ ഗിലെയാദുകാരെ ഒരുമിച്ച് കൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്യാൻ ജഫ്ത തീരുമാനിക്കുന്നു. അങ്ങനെ എഫ്രായിംകാരും ഗിലെയാദുകാരും തമ്മിലുള്ള ഒരു യുദ്ധം ഇപ്രകാരം ജഫ്തയുടെ മരണശേഷം 12 അധ്യായത്തിൽ 8 മുതൽ ഉള്ള വചനഭാഗങ്ങൾ 8 മുതൽ 15 വരെ നാം കാണുന്നത് 3 ന്യായാധിപന്മാരെ കുറിച്ചാണ് കാണുക. ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇബ്സാൻ ഓഫ് ബെത്ലഹേം എന്നാണ്. ഇബ്സാൻ എന്നുള്ള പദത്തിന് അർത്ഥം തന്നെ വേഗത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇബ്സാനെ സംബന്ധിച്ച് പ്രകാരമാണ് പറയുക, ഇബ്സാൻ 7 വർഷക്കാലം ന്യായപാലനം നടത്തി. ഇബ്സാന് 30 മക്കൾ ഉണ്ടായിരുന്നു, 30 പെൺമക്കളും 30 ആൺമക്കളും.
അതാണ് ഇപ്രകാരം പറയുക. ഇപ്രകാരം ഈ 30 ആൺമക്കളുടെയും പെൺമക്കളുടെയും ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരമാണ് ഗ്രന്ഥകർത്താവ് പറഞ്ഞു വെക്കുക. അവൻ തങ്ങളുടെ ഗോത്രത്തിന് പുറമേക്ക് മക്കളെ കെട്ടിച്ചയക്കുകയും ഗോത്രത്തിന് പുറമെ നിന്ന് മക്കളെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കുക. ഇബ്സാൻ്റെ സ്വന്തം സ്ഥലമായിട്ട് പറയുക ബെത്ലഹേമാണ്. ബെത്ലഹേം ഇസ്രായേൽ ദേശത്ത് 2 ബെത്ലഹേം ഉണ്ടായിരുന്നു. ഒന്നാമതായി നമുക്ക് സുപരിചിതമായ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേം, ദാവീദിൻ്റെ ജന്മസ്ഥലമായ ബെത്ലഹേം. രണ്ടാമതായിട്ട് സെബുലോൺ പ്രദേശത്ത് ഉണ്ടായിരുന്ന ബെത്ലഹേം. ഇതിൽ ഏത് സ്ഥലത്തായിരുന്നു ഇബ്സാൻ്റെ ജന്മസ്ഥലം എന്ന് പറയുക അസാധ്യമാണ്. എങ്കിലും അത് ദാവീദിൻ്റെ പട്ടണമാണെന്ന് കുറച്ച് പേര് ദാവീദിൻ്റെ ജന്മസ്ഥലമായ ബെത്ലഹേമാണെന്നും സെബുലോണിനുള്ള പട്ടണമായ ബെത്ലഹേമാണെന്നും പറയപ്പെടുന്നു. പ്രകാരമാണ് ഇബ്സാനെ കുറിച്ച് പറഞ്ഞു വെക്കുക. ഇബ്സാൻ ന്യായപാലനത്തിന് ശേഷം നാം കേൾക്കുന്നത് 11-12 വചനങ്ങൾ നാം കേൾക്കുന്നത് ഏലോൻ എന്നുള്ള ന്യായാധിപനെ കുറിച്ചാണ്. ഏലോൻ സെബുലോൺ പ്രദേശത്ത് നിന്ന്, സെബുലോൺ ഗോത്രത്തിൽ നിന്ന് വന്നതാണ് ഏലോൻ. ഏലോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓഖ് മരം എന്നാണ്. ഏലോൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഏലോൻ 10 വർഷക്കാലം ന്യായാധിപനായി സേവനം അനുഷ്ഠിച്ചു. ഏലോന് ശേഷം കടന്നു വരിക വെറും 2 വാക്കുകളാണ്, 2 വചനങ്ങളാണ് ഏലോനെ കുറിച്ചുള്ളത്. ഏലോന് ശേഷം കടന്നു വരിക അബ്ദോൻ എന്നുള്ള ന്യായാധിപനാണ്. അബ്ദോൻ എന്നുള്ള വാക്കിന്, പേരിന് അർത്ഥം എബദ് സർവൻറ്റ്, സർവീസ്, സേവനം എന്നാണ് അബ്ദോൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അബ്ദോൻ്റെ കുടുംബത്തെക്കുറിച്ച് കാര്യമായിട്ട് തന്നെ നാം നേരത്തെ കേട്ട ഇബ്സാൻ്റെ കുടുംബത്തെക്കുറിച്ച് പോലെ തന്നെ അബ്ദോൻ്റെ കുടുംബത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 40 മക്കൾ ഉണ്ടായിരുന്ന, 30 പേരക്കിടാങ്ങൾ ഉണ്ടായിരുന്ന അബ്ദോൻ്റെ സ്വത്ത് വിവരങ്ങളും ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്. അബ്ദോൻ 8 വർഷക്കാലമാണ് ഇസ്രായേലിനെ ഭരിക്കുക. അബ്ദോൻ പിന്നീട് മരിക്കുകയും എഫ്രായിമിൽ പിരാത്തോൺ എന്നുള്ള സ്ഥലത്ത് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് 12-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന 4 ന്യായാധിപന്മാർ. 11-ാമത്തെ അധ്യായത്തിൽ നാം തുടങ്ങിവെച്ച ജഫ്ത, പിന്നീട് ജഫ്തായ്ക്ക് ശേഷം വന്ന ഇബ്സാന് ശേഷം വന്ന ഏലോൻ, ഏലോന് ശേഷം വന്ന അബ്ദോൻ. ഇപ്രകാരം 4 ന്യായാധിപന്മാരെ നാം ന്യായാധിപന പുസ്തകം 12-ാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്നു. ജഫ്തായുടെ ജീവിതത്തിൻ്റെ, ന്യായാധിപ കാലഘട്ടത്തിൻ്റെ സമാപനത്തിൽ ഈ 5, 6, 7 വചനഭാഗങ്ങൾ ഇപ്രകാരമാണ് നമുക്കായി പറഞ്ഞു തരിക. ജഫ്ത ഗിലെയാദ്യരെ വിളിച്ചുകൂട്ടുകയും എഫ്രായിമിനെതിരെ യുദ്ധം ചെയ്യുകയും അമ്മോന്യരുള്ള യുദ്ധത്തെക്കാൾ ഉപരിയായിട്ട് ഇഫ്രായിം ഗോത്രത്തിൽ ഒരുപാട് പേർ മരിച്ചു വീഴുകയും ചെയ്യുന്നു. 6-ാം അധ്യായത്തിൽ 6-ാം വചനത്തിൽ ഇപ്രകാരമാണ് പറയുക: 40,000 എഫ്രായിംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞു വയ്ക്കുക. ഇപ്രകാരം എഫ്രായിംകാരെ വധിച്ചുകൊണ്ട് ജഫ്ത തന്നോട് അവർ കാണിച്ച വെല്ലുവിളിക്ക് ഒരു പരിഹാരം ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 7-ാമത്തെ വചനത്തിൽ ജഫ്തായുടെ മരണത്തെക്കുറിച്ച് പറയുന്നു. 6 വർഷക്കാലം ജഫ്ത ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. അവൻ്റെ കാലഘട്ടത്തിൽ സമാധാനപൂർണമായിരുന്നുവെന്നോ പിന്നീട് അമ്മോന്യരുടെ ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഈ വചനഭാഗത്ത് പതിവ് പോലെ നാം കാണുന്നില്ല. ജഫ്ത മരിച്ച് ഗിലെയാദിൽ നിന്ന് വന്നവൻ, ഗിലെയാദുകാരനായ ജഫ്ത, ഗിലെയാദിൻ്റെ മകനായ ജഫ്ത ഗിലെയാദിൽ അടക്കപ്പെട്ടു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വചനം നമ്മോട് പറയുന്നു.